എന്തുവാ പറയുന്നത്? ഇന്നലെ ആൾക്കാർ എന്തോ അവിടില്ലായിരുന്നു. ഇവരുള്ളൂ അവരെ ചോറില്ല. ഇന്നലെ എങ്ങനെയാണോ തലയില്ലായിരുന്നു. എന്നും ഇങ്ങനെ ഓരോന്ന് ഇത് തന്നെ തന്നെ പിന്നെ ഇത് തന്നെയാണല്ലോ പറയുന്നത്. എന്നും വിളിച്ച് ഇത് തന്നെയാണ് പറയുന്നത്. പോയിട്ടാണോ പോയത് ഇവര് അവിടോട്ട്? ഏത് ചേർക്കാൻ? ഓട്ടോക്കാരനോ? ആ ഇതെല്ലാം നമുക്കെതിരെ ഒപ്പിക്കാവോ? അതൊക്കെ ഒപ്പിക്കാനായിട്ട് ആളുകൾ വിളിച്ചു വിടുന്നതാണ്. ഇത് ഇവിടെ ഇവിടെ ഒപ്പിക്കാൻ ഇവിടെ ഒപ്പിക്കാനില്ല. എന്റെ വീട് ആര് പറയുക? പിന്നെ പോകാനൊക്കത്തുള്ളൂ. അതൊക്കെ പുതിയ ഇതാ. പുതിയ ഇനി കള്ളക്കേസെല്ലാം കൊടുക്കാനായിട്ട് ഇനി ഓരോരുത്തർ ഇങ്ങനെ നടക്കുക. ഇതുപോലെ കുറെ കള്ളക്കേസ് ഈ രാജമ്മ എനിക്കെതിരെ കൊടുത്തത് കുറെ കള്ളക്കേസ് ഇങ്ങനെ നടക്കുക. എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കാനായിട്ട് ഞാൻ ഇറക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ട് പിന്നെ ആളായില്ലാന്നൊക്കെ പറഞ്ഞോണ്ട് നിങ്ങളാന്ന് പറഞ്ഞോണ്ട് ഡ്രാമ വേണേ കാണിക്കാം. കുറെ പണ്ടും ഇങ്ങനെ കുറെ ഡ്രാമയെല്ലാം നടത്തിയതാ. ഒന്നും പറ്റിയില്ല ഇല്ല. അതാ പിന്നെ പല പല ഡ്രാമകളാ എന്തുവാ എനിക്കെതിരെ. പക്ഷെ ഞാൻ ജീവിക്കരുത്. എങ്ങനെയെങ്കിലും എന്നെ നശിപ്പിച്ച് എന്റെ സ്വത്തും മുതലും എല്ലാം പിടിച്ച് കാണിക്കണം. ബിജുപിക്ക് അതിന് കുറെ അവന്മാരെ എല്ലാം അവനിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്റെ മുതലും മൊത്തം സ്വത്തും മുതലും പിടിച്ചു പറിക്കാനായിട്ട് പോലീസിന്റെയും ഇതിന്റെ എല്ലാം നടക്കുക ഇവനിങ്ങനെ. പിന്നെ വലിയ കള്ളക്കേസ് ഉണ്ടാക്കാൻ വലിയ മിടുക്കനാണ്. ഇവനങ്ങനെ കുറെ കള്ളക്കേസ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ വന്നത്. മിസ്സിംഗ് കേസ് എന്താണോ ഇവനിങ്ങനെ കുറെ ഉണ്ട് ഇവന്. എന്റെ ക്യാമറ എല്ലാം അടിച്ചു കയറി കുറെ പോലീസുകാർ ഇങ്ങനെ കുറെ നടത്തിയതാ. പോലീസുകാരെല്ലാം കുറെ നടത്തിയതാ ഇവിടെ ഇതുപോലെ. കുറെ കള്ളക്കേസെല്ലാം കൊടുത്തതാ. പോലീസ് കയറി പ്രിയെന്ന് പറയുന്നവൾ അങ്ങനെ കുറെ അവള് കണ്ടല്ലൂരെല്ലാം നടപ്പായിരുന്നു ജോലി. പ്രിയെന്ന് പറയുന്നവർ കുറെ കണ്ടല്ലൂര് നടന്നതാ. ഇവിടെ ആരാന്നാ ഇവിടെ ഇങ്ങനെ നടപ്പായിരുന്നു. ഇവിടെ വിളിച്ച് നമുക്ക് ഏറ്റുമായിരുന്നു. ബിജുപി എന്ന് പറയുന്നവൻ പ്രിയ. ആരുണ്ട് എന്നോട് സഹകരിക്കുന്നത് അവരെ എല്ലാം വന്ന് കാണുക. എന്റെ ജോലി അതാ. ബിജുപി എന്ന് പറയുന്നവന്റെ ജോലി അതാ. അവൻ എന്റെ സ്വത്ത് വേണം. എന്റെ സ്വർണ്ണം 103 പവൻ നശിപ്പിച്ചു. ഞാൻ അടുത്തതിൽ കയറിയിരിക്കുകയാണ്. നീ എന്റെ സ്വത്ത് പിടിച്ചു പറിക്കണം, നശിപ്പിക്കണം, ഓരോ കഥ ഉണ്ടാക്കണം. അങ്ങനെ കുറെ കഥ ഉണ്ടാക്കാൻ വേണ്ടിയാ പണ്ട് കുട്ടൻ എന്ന് പറയുന്നവന്റെ മോനെ ഇങ്ങനെ കയറ്റി ഇറക്കിയത്. മുക്കും എന്റെ കൂടെ അങ്ങനെ ഒക്കത്തില്ല. അതിന് എന്നെയും മുക്കുമിനെയും കൂടെ ഇതാക്കാനായിട്ട് അത് നടക്കുക. അവരുടെ വീട്ടുകാരുടെ അടുത്ത് വരെയും ചട്ടം കെട്ടിയത് നടക്കുക. അവരുടെ വീട്ടുകാർക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല. അവരുടെ വീട്ടുകാർക്ക് ഈ ക്രിമിനൽസ് സ്വസ്ഥത കൊടുക്കത്തില്ല. എന്താ പറയാ? എനിക്കറിയാമോ അവര് ചെയ്യുന്ന ആര് പറഞ്ഞിട്ടാണുള്ളത് ഓരോന്നൊക്കെ. മുക്കുമിനെ അറിയത്തില്ല. മുക്കുമിനെ ഒന്നും അറിയത്തില്ല. മുക്കുമിന്റെ അച്ഛനും അമ്മയും നല്ലതായിട്ടല്ലേ മുക്കു വിചാരിക്കത്തുള്ളൂ. പക്ഷെ അവരുടെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ നടക്കണമെന്നുള്ളത് എനിക്കറിയാം. അവിടെ ഇങ്ങനെ നടക്കുക ഇവന്മാര്. മുക്കുമിനോടൊന്നും പറയത്തില്ല. മുക്കുമിനോടൊന്നും പറയത്തില്ല. അതല്ലേ മുക്കുമിനൊന്നും മനസ്സിലാവാത്തത്. മുക്കുമിന് മനസ്സിലാവത്തുള്ളൂ. ഇത് ശരിയാ നീ പറയുന്നതെന്ന്. മുക്കുമിനോട് പറയാതെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമോ? ഇവിടെ ഈ ഇവിടെ കുട്ടച്ചാറിന്റെ മോൻ രാത്രി പാചകത്തേക്ക് വഴി എന്തൊക്കെ പോകുന്നെന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ഓൺലൈൻ എന്തുവാടാ ഇരിക്കുന്നേ പെണ്ണുങ്ങൾ ഏത് പെണ്ണുങ്ങളോടാണ് ഏത് പെണ്ണുങ്ങളെ വളർത്തിയിട്ടാണോ പോന്നേ പല്ലവി ആയിരുന്നില്ല. ഓൺലൈനിൽ ഇരിക്കുന്നേ ഇങ്ങനെ പോയ പല്ലവി ഇങ്ങനെ കുറെ അമ്മ നമ്മൾ പോകുന്നതിനെ കിട്ടുക കടകൾ ഉണ്ടാക്കുക. അത് മുക്കുമിന് അറിയത്തില്ല. മുക്കുമിന്റെ കാര്യം നോക്കി നടക്കണം. 10-30 അവിടെ എവിടെയൊക്കെ പോകുന്നുണ്ടേ. മുക്കുമിന് 10-35 വയസ്സുള്ളതുകൊണ്ട് മുക്കുമിന് ഈ കള്ളത്തരങ്ങളൊന്നും അറിയത്തില്ല.
ഇവന്മാരുടെ വലിയ കള്ളത്തരങ്ങൾ 10-35 വയസ്സുള്ളപ്പോ എനിക്കും അറിയത്തില്ലായിരുന്നു ഇവന്മാരുടെ കള്ളത്തരങ്ങളൊക്കെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മനസ്സിലാവാനൊരു പ്രായമുണ്ട്. അതൊക്കെ ഇവന്മാരെയൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒരു പ്രായമാവണം. അതുവരെ മനസ്സിലാവത്തില്ല. അതിനൊക്കെ ഒരു സമയമുണ്ട് മനസ്സിലാവുന്നത്. അത് ഈശ്വരൻ കഴിയണം മനസ്സിലാകണമെങ്കിൽ. എനിക്കിങ്ങനെ നടപ്പായിരുന്നു കുട്ടച്ചാറ മോനെ വിട്ടിട്ട് ഇങ്ങനെ കഥയുണ്ടാക്കി. ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ കഥയുണ്ടാക്കാൻ. ഇവിടെയൊക്കെ നടക്കുന്ന കഥകളൊക്കെ സദാനന്ദ മന്ദിരത്തിലും അവിടെ ഇവിടെ ഇവന്റെ വേറെന്തുവാ കണിയാനെന്ന് പറയുന്നവന്റെ ഈ സുബ്രഹ്മണ്യന്റെ വീട്ടിലും ഓരോ നാടകം നടത്തുന്നത്. ഞാനാ എന്ന് പറഞ്ഞാ നാടകം എല്ലാം നടത്തുന്നത്. ആ നാടകം ഇവിടെ വേണ്ട നാടകങ്ങൾ നടത്തി കുറെ നോക്കിയതാ. പോലീസ് സ്റ്റേഷൻ പോലെ ഇത് കണ്ണോട്ടിച്ചോണ്ട് പോകുന്നതിന്റെ ഫോട്ടോയും വീഡിയോയും നമ്മുടെ കയ്യിലുണ്ട്. ഇന്നുകൊണ്ട് എന്റെ ഫേസ്ബുക്കിലുണ്ട്. അതിനൊന്നും എതിരെ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ സത്യസന്ധമായ കേസ് കൊടുത്താലും ഒരു നടപടിയില്ല. ശിവന്മാർ കൊടുക്കുന്ന കള്ളക്കേസിനെല്ലാം ഉണ്ട്. രാജമേശി ഇവിടെ എനിക്കെതിരെ കൊടുക്കാൻ യാതൊരു ഇതുമില്ല. ഞാനതിനെ കൊടുത്തിട്ടില്ല. ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ശരി, അവരുടെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പറഞ്ഞത് അവരെനിക്കെതിരെ ചെയ്തത് അങ്ങനെയുള്ളവരാണ് ഇതിനകത്ത് താമസിപ്പിക്കത്തില്ല. അത്രേ ഉള്ളൂ. അവരെ പിന്നെ വിളിച്ചോണ്ട് വന്നു. അവർ മാനമര്യാദയുള്ളവരാണ് മര്യാദയ്ക്ക് താമസിക്കണമായിരുന്നു. അവരുടെ കൈ പഴയ സ്വഭാവം തന്നെ, അല്ലാതെ നല്ല സ്വഭാവമൊന്നുമല്ല. നിങ്ങൾ ഓടിയില്ലല്ലോ പോലീസിനെ കാണിച്ചോ. പോലീസിനോട് നിങ്ങൾ കാണിച്ചില്ലല്ലോ. ഇങ്ങനെ കാണിച്ചോണ്ട് പോകുന്ന എന്തെങ്കിലും ഉണ്ട് വീഡിയോ റെക്കോർഡ്. ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുവോ? എന്തോ കാണിക്കുവോ? എന്തോ കാണിക്കുകയാണ് പോലീസിനോട് കൈയും കാലും. നമ്മുടെ ക്യാമറ ഓഫ് ആക്കല് എന്തോ വരുന്നത് ദിവസം ക്യാമറ പണ്ട് മുതല് ഓഫ് ആക്കുക. കുറെ വേളകൾ നമ്മുടെ എടുക്കരുത്. ഇതിനൊക്കെ ആരാ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യാന്? സദാനന്ദത്തിൽ ഇരിക്കുന്ന ക്യാമറ ഓഫ് ചെയ്യാൻ കണ്ടവരൊക്കെ ആരാ? എന്തൊക്കെ അറിയണ്ടാക്കുവാ ക്യാമറ ഓഫ് ചെയ്ത്? കുറെ ഒന്നാലും നടക്കുവല്ലേ എന്നൊന്നും എന്തുവാ ഇത്ര രോഗം കൊണ്ടിരുന്നത്. പിന്നെ അവർ വന്നിരിക്കുന്ന മുരളിയുടെ ഓട്ടോയും വിളിച്ചോണ്ട്. അവർ മര്യാദയുള്ളവരാണെങ്കിൽ അവിടുന്ന് ഓട്ടോ കിട്ടത്തില്ലായിരുന്നോ? കാരക്കാട്ടൂന്ന് അവരൊന്ന് ഞാൻ പറഞ്ഞു മുരളിയുടെ ഓട്ടോ ഇട്ടവർക്ക് ഇതറിയാം. പിന്നെ മുരളിയുടെ ഓട്ടോ അല്ല ഇവിടെ വരുന്നത്. അന്നേരം മുതൽ നമുക്കറിയാം ഇവർ വന്നിരിക്കുന്ന പിന്നത്തെ അപ്പുറത്തേതാണ്. എന്റെ നമ്പർ ഇതുണ്ട്. എന്തുവാ ഒരിക്കൽ ഇവർ ഇരിക്കത്തില്ല. ഇവിടെ അമ്മ ഇരിക്കുമല്ലോ. അമ്മ നമ്മൾ രണ്ടും ഇരിക്കത്തില്ലയോ? ഇവരിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കാതെ പോവാ. ഇങ്ങനെ പോവാ വരുവാ 550 വട്ടം അങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു. ഇരിക്കത്തേ ഇല്ല. ഇരിക്കാത്തതിന്റെ ഡ്രാമയൊക്കെ എനിക്കറിയാം. അല്ല കാല് എന്തോ വീണത് എവിടാ? ഇവിടെ കസേരയാ? അവിടെ കസേര വീണിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം. അവിടെ പോയിരിക്കും തിരിച്ചു വരും, പോയിരിക്കും തിരിച്ചു വരും. എന്തെങ്കിലും റെക്കോർഡുണ്ട് അവരെ നടന്നതിന്റെ എല്ലാം. ഇരിക്കാതെ നടക്കുക. ഇരിക്കാതെ കണ്ണിന്റെ പോക്ക് കാണണം. ഓരോ കള്ളത്തരങ്ങൾ കാണിക്കുന്ന ചിലരിങ്ങനെ ഈ കണ്ണിനകത്ത് എല്ലാ കള്ളത്തരങ്ങളും അറിയാം. കണ്ണിനകത്ത് ഒരു കള്ളി ഓലത്തെ കള്ളി കണ്ടോ? നിങ്ങൾ അമ്മ തന്നെയല്ലേ പറഞ്ഞ അമ്മയുടെ ഇത് പോയതൊന്നും മാല. കൊച്ചിന് കൊടുക്കാനെടുത്തു. കൊച്ചു വാങ്ങിച്ചില്ല. അവിടെ കൊണ്ടുപോയിട്ട് വീട്ടിൽ അവരെ നോക്കുമ്പോ ഇല്ല. പിന്നെ അവള് പറയുന്ന ഇവിടെ പിന്നെ ഇവിടെ വന്നങ്ങേരാന്നാ പറയുന്നത്. പിന്നെ അത് കണ്ടോ? അവര് കണ്ടോ അവിടെ വന്നങ്ങേരാ? ഞാൻ കണ്ടില്ല. ആരെ എടുക്കുന്നത് മഴ വന്നിട്ടില്ല. അതെനിക്കറിയാം. ഞാൻ അവരോട് ചോദിച്ചില്ല. കണ്ടിട്ടില്ല. ഇതുവരെ എടുത്തോട്ടെ. അമ്മ ഇവിടെ പെരക്കകത്തോട്ടൊക്കെ വന്ന് കയറുക. എന്ത് തുറന്നു കൊടുത്താലും എന്തിട്ടോ വലിയ വന്ന് കയറാനെങ്കിൽ ചോദിക്കണ്ട പറയണ്ട. അകത്തോട്ടങ്ങ് വന്ന് കയറുക. ഒരു വീട്ടിലും കയറത്തില്ല.